ഷിൻചാൻ, എനിക്ക് നിൻ്റെ കൂടെ പുള്ള കളിച്ച് നടക്കാൻ സമയമില്ല. ഞാൻ പറയാൻ നീ ഒന്ന് സീരിയസ് ആയിട്ട് കേൾക്ക്. ഈ തവണയും ഞാൻ തന്നെ ഒളിക്കൂ. നീ തന്നെ എണ്ണണം. ഈ ഒളിച്ചുകളിയിൽ ഞാൻ തന്നെ ഒളിക്കത്തുള്ളടാ ഷിൻചാനെ. ഇത്രയും നാള് ഞാൻ തന്നെയല്ലേ ഇനി ഞാൻ ഒളിക്കും. എന്താടാ ഫ്രാങ്ക്ലി ആ ഷിൻചാൻ ചെറുക്കൻ്റെ കൂടെ ഇപ്പോഴും ഒളിച്ചു കളി കളിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു പ്രേതബാധയുള്ള JCB അത് ഈ ഫ്രാങ്ക്ലിൻ്റെ തലയിൽ തന്നെ ഞാൻ കെട്ടിവെക്കും. എടാ ഫ്രാങ്ക്ലിനെ എന്താടാ ആരടാ വിളിക്കുന്നത്? എടാ രമേശ്, നീയായിരുന്നാ? എന്താടാ രമേശ്, കുറേ നാളായാലോ കണ്ടിട്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോഴും ആ ഷിൻചാൻ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചു കളി കളിച്ചുകൊണ്ട് നടക്കുമല്ലേ? എടാ നിനക്ക് എത്ര വയസ്സായി? നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് ഞാൻ ഒരു ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നീ ഈ ജോലിക്ക് പോയാലേ പറ്റൂ. കേട്ടോ ഫ്രാങ്ക്ലിനെ, ഇപ്പം നീ ഒരു ജോലി നോക്കിയില്ലെങ്കിൽ നിൻ്റെ ഭാവിയിലെ അവസ്ഥ എന്തായിരിക്കും? നീ ഇത് ആലോചിച്ച് നോക്കടാ ഫ്രാങ്ക്ലിനെ. എന്താടാ രമേശ്, നീ എനിക്ക് വേണ്ടി ജോലി കൊണ്ടുവന്നാ? എന്ത് ജോലിയാടാ? എടാ അത് പിന്നെ ഒരു JCB ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് നിനക്ക്. അപ്പം JCB ഒക്കെ ഓടിക്കാൻ അറിയാമല്ലോ. എന്താടാ JCB ഡ്രൈവറായിട്ടുള്ള ജോലിയാണ്? എടാ രമേശേ, അത് നല്ല ജോലിയാണ്. എനിക്കാണെങ്കിൽ JCB ഓടിക്കാനും അറിയാമല്ലോ. അല്ലടാ രമേശ്, ഒരു പ്രശ്നമുണ്ട്, അതിന് JCB വേണ്ടേ? എടാ ഫ്രാങ്ക്ലിനെ, നീ നാളെ ഒരു 10 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി. ഞാൻ തരാം നിനക്ക് JCB ഒക്കെ. എന്താടാ രമേശ്, നീ തരാന്നാ JCB? ഓക്കെ. അല്ല, അപ്പോൾ ആ ഒരു JCBയുടെ വാടകയൊക്കെ എത്രയാ? എന്നാടാ ഫ്രാങ്ക്ലിനെ, വാടകയോ? എടാ ഫ്രാങ്ക്ലിനെ, വാടകയൊന്നും വേണ്ട. നീ ആ ഒരു JCB സ്വന്തമായിക്കോ. കാശൊന്നും വേണ്ടടാ ഫ്രാങ്ക്ലിനെ. എന്താടാ രമേശ്, കാശ് വേണ്ടേ? നീ എനിക്ക് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ JCB തരാമെന്നാ? എടാ രമേശ്, നിനക്കെന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നാടാ? എടാ ഫ്രാങ്ക്ലിനെ, പിന്നെ നിനക്ക് തരാതെ പിന്നെ ആർക്ക് തരാനാടാ? നീ നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ മതി എൻ്റെ വീട്ടിൽ. ഞാൻ നിനക്ക് JCB ഒക്കെ തരാടാ ഫ്രാങ്ക്ലിനെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു രമേശ് ഇപ്പോൾ പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു കേട്ടോ, എടാ ഷിൻചാനെ, അവൻ പറഞ്ഞു കേട്ടാ എനിക്ക് സ്വന്തമാക്കാൻ അവനൊരു JCB തരാമെന്ന്, അതും ഫ്രീ ആയിട്ട്. നാളെ രാവിലെ 10 മണിക്ക് പോകാനല്ലേ പറഞ്ഞു അവൻ്റെ വീട്ടിൽ. എടാ ഷിൻചാനെ, നാളെ ഞാൻ എന്തായാലും അവൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഇനി മുതൽ ഞാൻ JCB ഡ്രൈവറാടാ ഷിൻചാനെ. പക്ഷേ ഗൈസ്, എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. അവൻ എൻ്റെ അത്രയും ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ല. പിന്നെ അവൻ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു JCB അവൻ ഫ്രീ ആയിട്ട് തരുന്നത്? ഇനി ആ ഒരു JCBക്ക് വല്ലതും കുഴപ്പം വല്ലതും ഉണ്ടോ? നമ്മളെന്തിനാ വെറുതെ കാട് കയറി ചിന്തിക്കുന്നത്? അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ തരുന്നതായിരിക്കും ഒരു ഗിഫ്റ്റായിട്ട്. എന്തോടാ രാവിലെ ആയോ? ഓക്കെ. ഇന്നലെ രാത്രി കിടന്നപ്പോൾ കണ്ണടച്ചപ്പോൾ തന്നെ നമ്മളങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ദാ കണ്ണ് തുറന്നപ്പോൾ രാവിലെ, കണ്ണടച്ച് തുറന്നപ്പോൾ തന്നെ സമയം പോയി ഗൈസ്. ഓക്കെ. പറഞ്ഞ പോലെ ഇന്നല്ലേ നമുക്ക് ആ ഒരു രമേശിൻ്റെ വീട്ടിൽ പോയി ആ ഒരു JCB വാങ്ങിക്കേണ്ടത്. പറഞ്ഞ പോലെ അവൻ 8 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇപ്പോൾ 10 മണി വല്ലതും ആയി കാണും. നമുക്കെന്തായാലും പോയി നോക്കാം. നമ്മുടെ ഷിൻചാൻ ചെറുക്കനാണെങ്കിൽ മേലെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഡ്രസ്സൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഡ്രസ്സൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ രമേശിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഷിൻചാൻ ചെറുക്കനാണെങ്കിൽ മേളിൽ പോത്ത് പോലെ കിടന്നുറങ്ങുവാണ്. അവൻ 10 മണിയായിട്ടും എണീറ്റിട്ടില്ല. ഇപ്പോൾ സമയം 10 മണിയായി. അവനിപ്പോൾ രാത്രിയൊന്നും അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല. അവൻ രാത്രിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഫോണിൽ. സോ നമുക്കെന്തായാലും അവൻ്റെ വീട്ടിലോട്ട് പോവാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ രമേശിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാണുന്നതാണ് നമ്മുടെ രമേശിൻ്റെ വീട്. പിന്നെ ഇവൻ കുറച്ച് റിച്ചാണ്. കാരണം ഈ കാണുന്ന ഈ ഒരു ഗേറ്റ് കണ്ടോ? ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. അതായത് നമ്മൾ വരുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെ തുറന്നു വരും. ഇവൻ കുറച്ച് റിച്ചാണ്. പക്ഷേ JCB ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അതാ വീടിൻ്റെ പുറകെ വല്ലതും കാണും. സോ നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഗൈസ്, ഈ ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇട്ടത്. ഓക്കെ. സോ എടാ രമേശേ ഇറങ്ങിയോടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോഴെങ്കിലും വന്നോ? ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോൾ വന്നാൽ പോരായിരുന്നോ? എന്നാൽ പിന്നെ നീ അത് പറയണ്ടേ? ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വന്നാനേ. എടാ പൊട്ട ഫ്രാങ്ക്ലിനെ, ഞാൻ ഒരു കളിത്താമാശയ്ക്ക് പറഞ്ഞ, അതായത് നീ എന്താണ് നേരത്തെ വരാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കിയാടാ ഫ്രാങ്ക്ലിനെ. അതുപോലും വിചാരിക്കാനുള്ള ഒരു ബോധമില്ലാടാ ഫ്രാങ്ക്ലിനെ നിനക്ക്. എന്താടാ രമേശ്, നീ എന്നെ കളിയാക്കിയതാണോ? എടാ ഫ്രാങ്ക്ലിനെ, പിന്നല്ലാതെ രാവിലെ 8 മണിക്ക് നിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞല്ലേ? നീ ഇപ്പോൾ സമയം 10 മണിയായപ്പോഴല്ലേ വന്നത്? അതെന്തായാലും പോട്ടെ. എടാ ഒരു JCB വീടിൻ്റെ പുറകിൽ കിടപ്പുണ്ട്. എന്താടാ വീടിൻ്റെ പുറകിലുണ്ടോ? എനിക്കത് തോന്നി. കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നിന്ന് ആ ഒരു JCB കണ്ടില്ലല്ലോ. അപ്പോൾ ഈ വീടിൻ്റെ പുറകിലുണ്ട് തന്നെയാണ്
എനിക്ക് തോന്നിയത്. ഓക്കെ എടാ ഈ JCB അല്ലേ അത്? അല്ലടാ ഫ്രാങ്ക്ലിനെ, ഇതല്ല നിൻ്റെ JCB, വേറൊരു JCB വേണം നിൻ്റെ JCB. എനിക്കൊരു 10-15 JCB ഉണ്ടോ ഫ്രാങ്ക്ലിനെ. എന്താടാ പോടാ. എടാ രമേശ് നിനക്ക് 10-15 JCB ഒക്കെ ഉണ്ടോ? എടാ ഫ്രാങ്ക്ലിനെ, നീ ഒരു പൊട്ടനാണോ ഫ്രാങ്ക്ലിനെ? ഞാൻ നിന്നെ വീണ്ടും കളിയാക്കിയതാ. പിന്നെ നീയല്ലേ ഇപ്പോൾ ചോദിച്ചേ ഇതാണോ എൻ്റെ JCB എന്ന്. പിന്നെ എനിക്ക് ഒരു JCB അല്ലേ ഉള്ളൂ, എനിക്ക് പിന്നെ 100 കണക്കിന് JCB ഉണ്ടോ? എന്താടാ രമേശ് നീ എന്നെ വീണ്ടും കളിയാക്കിയതല്ലേ? നിൻ്റെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട്. എന്തായാലും എടാ ഫ്രാങ്ക്ലിനെ, നീ ഒരു JCBൻ്റെ അകത്ത് കയറിക്കോ. എന്താടാ ഓക്കെ ഞാൻ എന്തായാലും ഈ ഒരു JCBയുടെ ഉള്ളിൽ കയറാൻ പോവാണ്. നല്ല രസമുണ്ട് ഈ ഒരു JCB കാണാൻ, ഒരു പ്രത്യേക രസമുണ്ട് ഗീസ്. സോ ഗീസ് ഫൈനലി നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു JCB ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുക, അവൻ എന്തിനാണോ നമുക്ക് ആ ഒരു JCB തന്നത്, അത് ഫ്രീ ആയിട്ട്. അതിനകത്ത് എന്തോ ഒരു പന്തികേടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ സ്നേഹം കൊണ്ട് തന്നായിരിക്കും. പിന്നെ നമ്മുടെ ആ ഒരു ഷിൻചാൻ ചെറുക്കൻ എണീറ്റോ ആവോ, അവൻ ഈ ഒരു JCB കാണുമ്പോൾ എന്തായാലും സന്തോഷമാവും. കാരണം അവന് JCB ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗീസ്. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഫൈനലി നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഷിൻചാൻ എണീറ്റോ ആവോ, അവൻ ഉള്ളിൽ വല്ലതും TV വല്ലതും കാണുമായിരിക്കും. സോ ഗീസ് ഇതാണ് നമ്മുടെ ഈ ഒരു JCB, നല്ല രസമുണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഓടിക്കുന്നത് എനിക്കറിയാം, JCB ഓടിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയാം, പണ്ടൊക്കെ ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. ഓക്കെ നമ്മുടെ ഷിൻചാൻ ഈ ഒരു JCB കാണുമ്പോൾ സന്തോഷവും. കാരണം അപ്പുറത്തെ വീട്ടിലൊക്കെ ഈ ഒരു JCB കൊണ്ട് പണിയാൻ വന്നപ്പോൾ അവനൊക്കെ എപ്പോഴും പോയി നോക്കി നിൽക്കുമായിരുന്നു ആ ഒരു JCB. എടാ ഷിൻചാനെ, ആടാ ഷിൻചാനെ ഇത് തന്നെയാടാ ഞാൻ ഒരു രമേശിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച JCB. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴും എനിക്ക് ഇവിടെ ഇരുന്ന് ഈ ഒരു JCB കാണാലോ ഫ്രാങ്കിൻ ബൈ. കൊള്ളാം ഫ്രാങ്കിൻ ബൈ, ഇതൊന്ന് ഓടിച്ച് കാണിക്കുമോ ഫ്രാങ്കിൻ ബൈ? എന്താടാ ഇപ്പനെ ഇതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഉള്ളടാ ഷിൻചാനെ. എനിക്കിപ്പോൾ വയ്യടാ ഷിൻചാനെ, കുറച്ച് കഴിയട്ടെ, നമുക്ക് വൈകുന്നേരം വല്ലതും ഓടിക്കാം. ഫ്രാങ്കിൻ ബൈ കൊള്ളാം ഫ്രാങ്കിൻ ബൈ, നല്ല രസമുണ്ട് ഈ ഒരു JCB കാണാൻ. എന്താ ഓക്കെ നല്ല രസമുണ്ടല്ലേ. സോ ഗൈസ് രാത്രി ആയിട്ടുണ്ട്. സോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇപ്പം തന്നെ അവിടെ നിന്ന് ഉറങ്ങാൻ പോവാ. ഫ്രാങ്കിൻ ബൈ എന്നെ ആ ഒരു JCBയുടെ ഉള്ളിൽ കേട്ടണേ ഫ്രാങ്കിൻ ബൈ. എന്താടാ അതൊക്കെ കയറ്റാം, ഇനി സമയം ഉണ്ടല്ലോടാ ഷിൻചാനെ, അതൊക്കെ നിന്നെയൊക്കെ ആ ഒരു JCBയുടെ ഉള്ളിൽ കയറ്റാം. ഓക്കെ നമുക്കെന്തായാലും ഇപ്പം കിടന്ന് ഉറങ്ങാടാ ഷിൻചാനെ. ഫ്രാങ്കിൻ ബൈ നമുക്കിപ്പോൾ കിടന്ന് ഉറങ്ങാം. ആ ഒരു പൊട്ട ഫ്രാങ്ക്ലിന് ആ ഒരു പ്രേതബാധയുള്ള JCB അവൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇനി ഇന്നെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ആ പൊട്ടനറിയത്തില്ല ആ ഒരു JCBക്കകത്ത് പ്രേതബാധയുണ്ടെന്ന്. ഇന്നെങ്കിലും ആരെങ്കിലും കൊല്ലണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഇന്ന് ഏതെങ്കിലും ഒരുത്തിനെ ഞാൻ കൊന്നിരിക്കും. സോ ഗൈസ് വൈകുന്നേരമായിട്ടുണ്ട്. എന്താടാ ഷിൻചാനെ, അവിടെ വാടാ, ഞാൻ ഒരു JCBയിൽ നിന്നെ കയറ്റാം, വാടാ ഷിൻചാനെ. ഓക്കെ വെയിറ്റ് എ മിനിറ്റ്. എന്താടാ ഷിൻചാനെ ഇത് ചെറുതായിട്ടൊന്ന് അനങ്ങിയ പോലെ ഉണ്ടല്ലോടാ, ഈ JCB ഇങ്ങനെയല്ലല്ലോ ഇന്നലെ പാർക്ക് ചെയ്ത്. ശരിയാണല്ലോ, അല്ലെങ്കിൽ എടാ ഷിൻചാനെ നമുക്കത് തോന്നിയതായിരിക്കും എടാ, ഇന്നലെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും പാർക്ക് ചെയ്തത്. ഓക്കെ അതൊക്കെ നമ്മുടെ തോന്നലായിരിക്കും. വെയിറ്റ് എ മിനിറ്റ്, എന്താടാ അവിടെ ഒരു ചുമന്ന പാട്, ഇത് ചോരയുടെ പാടല്ലേടാ ഷിൻചാനെ. എടാ ഇതെങ്ങനെ വന്നടാ ഈ ഒരു JCBക്കകത്ത് ചോരയുടെ പാട്? ഇതിനകത്ത് എന്തൊക്കെയോ ഒരു പന്തികേടുള്ള പോലെ. അവൻ ആ ഒരു JCB ഫ്രീ ആയിട്ട് തന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഈ ഒരു JCBക്കകത്ത് വല്ല കുഴപ്പം വല്ല ഉണ്ടോ, ഇനി പ്രേതബാധ വല്ലോ. എന്താടാ എന്നും പറഞ്ഞ് ആശ്വസിക്കാടാ ഷിൻചാനെ. എന്തോ ആരടാ വിളിക്കുന്നത്? ഇത് രമേശ് അല്ലേ? ഹലോ രമേശ്.
എടാ ഫ്രാങ്ക്ലിനെ ഞാനില്ലേ അമേരിക്കയ്ക്ക് പോവാ. ഞാനെന്തായാലും അമേരിക്കയ്ക്ക് പോകുന്ന സ്ഥിതിക്ക് ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ നിനക്ക് ഇന്നലത്തെ ആ ഒരു JCB ഉണ്ടല്ലോ, ആ JCBയുടെ ഉള്ളിൽ പ്രേതബാധ ഉണ്ടോ ഫ്രാങ്ക്ലിനെ? ഇനി നീ അത് അനുഭവിച്ചോ. ഞാൻ ആ ഒരു പ്രേതബാധയുള്ള JCB നിൻ്റെ തലയിൽ കെട്ടിവെച്ചോളാണ് ഫ്രാങ്ക്ലിനെ. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അമേരിക്കയ്ക്ക് പോകല്ലേ. അതുകൊണ്ടാണ് ഫ്രാങ്ക്ലിനെ ഞാൻ ഇപ്പോൾ ഈ കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തോടാ രമേശ്, കട്ടിയല്ലോ. എടാ ഷിൻചാനെ, അവൻ ഫോൺ കട്ട് ചെയ്തോടാ ഷിൻചാനെ. ഫ്രാങ്കിപ്പേ, ഞാൻ അയാൾ പറയുന്നതൊക്കെ കേട്ടു. അയാൾ നമ്മളെ പറ്റിച്ചല്ലേ ഫ്രാങ്കിപ്പേ. ഈ ഒരു JCBയുടെ പ്രേതബാധ ഉണ്ടല്ലേ ഫ്രാങ്കിപ്പേ. ആടാ ഷിൻചാനെ, അയാൾ നമ്മളെ പറ്റിച്ചോടാ ഷിൻചാനെ. ഓ അയ്യോ, എന്തോടാ ഇത് സ്വപ്നമായിരുന്നോടാ? എന്തോടാ അതൊരു വലിയ സ്വപ്നമാടാ ഷിൻചാനെ ഞാൻ കണ്ടത്. ഓക്കെ, എന്നാലും ഇത്രയും വലിയ സ്വപ്നമൊക്കെ ആരെങ്കിലും കാണുമോ? ഓ, ഞാനാണെങ്കിൽ പേടിച്ച് ചത്ത്. എടാ ഷിൻചാനെ, അതൊക്കെ ഞാൻ പിന്നെ പറയാടാ. എടാ ഫ്രാങ്ക്ലിനെ, നിനക്കൊരു ജോലിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തോടാ രമേശ്, നീയാ? എന്ത് ജോലിയായിട്ടാടാ നീ വന്നിരിക്കുന്നത്? JCB ഡ്രൈവറായിട്ടാണോ? എടാ ഫ്രാങ്ക്ലിനെ, നിനക്കതെങ്ങനെ മനസ്സിലായി? ആടാ ഫ്രാങ്ക്ലിനെ, ഞാൻ JCB ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. JCB ഒക്കെ ഞാൻ തരാം, അത് ഫ്രീ ആയിട്ട്. ഡോ സത്യം പറയടോ, താൻ ആ ഒരു JCBക്കകത്ത് പ്രേതബാധ ഇല്ലാടോ? സത്യം പറയടോ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തുവാടാ ഈ പറയുന്നത്? ഏത് പ്രേതബാധയോ? എന്തുവാടാ നീ പറയുന്നത്? ഡോ നീ കളിക്കൊന്നും വേണ്ട. എടാ രമേശേ, നീ സത്യം പറയടാ, ആ ഒരു JCBക്കകത്ത് പ്രേതബാധ ഇല്ലേ നീ പറഞ്ഞ JCBക്കകത്ത്? എടാ ഫ്രാങ്ക്ലിനെ, നിനക്കതെങ്ങനെ മനസ്സിലായടാ? ഓഹോ, അപ്പോൾ ആ ഒരു JCBക്കകത്ത് പ്രേതബാധ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നീ എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങനെയുള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് എങ്ങനെയാണ് ആ ഒരു JCBക്കകത്ത് പ്രേതബാധ ഉണ്ടെന്ന് മനസ്സിലായത്? നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? അതൊക്കെ എനിക്കറിയാടാ. നീ തീർന്നടാ, തീർന്ന്. നീ ഇന്ന് ഈ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് കളിക്കാൻ മാത്രം വളർന്നിട്ടില്ലടാ രമേശേ. അതൊക്കെ ഒരു വലിയ കഥയാടാ. അയ്യോ, എന്നെ കൊല്ലല്ലേ. ചാവടാ അങ്ങോട്ട്, ചാവ്. അവൻ എന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. എന്താടാ? അവൻ നമ്മളെ കൊല്ലേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് അവനെ കൊന്നത്. ഈ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് കളിക്കാൻ ആരും വളർന്നിട്ടില്ലടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, അതൊക്കെ ഒരു വലിയ കഥയാണ്. അതൊക്കെ നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.